തീർച്ചയായിട്ടും ഈ അടുത്തായിരിക്കും മലയാളികൾ ഈ ക്രോസ് കണ്ടാമിനേഷനെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു നോളജാണ് ഈ ക്രോസ് കണ്ടാമിനേഷൻ എന്നാണ്. അത് ഏറ്റവും പ്രധാനം നമ്മൾ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നു, നൈഫ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഭക്ഷ്യ സുരക്ഷ മാത്രമല്ല, അലർജി എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അലർജൻസൊക്കെ ഉള്ളവർ, ഇപ്പോൾ നട്ട് അലർജി ഉണ്ടാവാം, ഡയറി പ്രൊഡക്ട്സ്, പാൽ ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ സീ ഫുഡ്, ഷെൽ ഫിഷ്, അങ്ങനെ പല പല അലർജി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച പാത്രത്തിൽ തന്നെ ഇത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച കട്ടിംഗ് ബോർഡിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച ഒരേ നൈഫ് വെച്ച് കട്ട് ചെയ്യുക, ഇതൊക്കെ വലിയ അപകടങ്ങളിലേക്ക്, സിവിയറായിട്ട് അലർജി ഉള്ളവരുടെ മരണത്തിന് കാരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഏറ്റവും പ്രധാനം കളർ കോഡഡായിട്ടുള്ള കട്ടിംഗ് ബോർഡുണ്ട്, കളർ കോഡായിട്ടുള്ള നൈഫ് ഉണ്ട്. അതിനൊക്കെ ഒരു നിയമപ്രകാരം ഇപ്പം റെഡ് മീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബ്ലൂ എന്നുള്ള കളറുണ്ട്, അത് നമുക്ക് സീ ഫുഡിന് വേണ്ടിയിട്ടാണ്. പച്ചക്കറികളാണ്, വൈറ്റ് കളർ ഈ പാൽ ഉൽപ്പന്നങ്ങൾ, ഡയറി പ്രൊഡക്ട്സ് ആണ്. പിന്നെ പച്ചക്കറികൾ കട്ട് ചെയ്യാനുള്ളതുണ്ട്. ഇപ്പോൾ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക കളറുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിൽ, അപ്പോൾ അത്രമാത്രം ഒന്നും വീടുകളിൽ വാങ്ങിച്ചില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് മീറ്റ് കട്ട് ചെയ്യാനും, സീ ഫുഡ് കട്ട് ചെയ്യാനും, പച്ചക്കറി കട്ട് ചെയ്യാനും 3 വ്യത്യസ്തമായ കട്ടിംഗ് ബോർഡ്, അല്ലെങ്കിൽ അത് വളരെ ശുചിയായ രീതിയിൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു 3 കട്ടിംഗ് ബോർഡും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള നൈഫും, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ ഈ നൈഫ് ഇടുകയും, കാരണം ഈ ക്രോസ് കണ്ടാമിനേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീടുകളിലും പാലിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റ്സും, ഒരു പ്രൊഫഷണലായിട്ടുള്ള ഏതൊരു ഹോട്ടലിലും റെസ്റ്റോറൻറ്റ്സിലും ഈ കളർ കോഡഡ് കട്ടിംഗ് ബോർഡുകൾ ഉണ്ടായിരിക്കുകയും അത് ക്ലോറിൻ സാനിറ്റൈസ് ചെയ്ത വെള്ളത്തിൽ ഇത് ഇട്ട് വെച്ചതിന് ശേഷം മാത്രമാണ് എടുക്കുകയും, ഈ പച്ചക്കറികളായിക്കോട്ടെ, അല്ലെങ്കിൽ മത്സ്യം കട്ട് ചെയ്യേണ്ട ചോപ്പിംഗ് ബോർഡിൽ മാത്രം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെമ്മീൻ, ഇപ്പോൾ ഈവൻ മത്സ്യങ്ങളായാലും പോലും, ഇപ്പോൾ പ്രോൺസ് അലർജി ഉള്ളവർ, ഒരിക്കലും പ്രോൺസ് അലർജി ഉള്ള ഒരാൾക്ക് മത്സ്യം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ അതേ പ്രോൺസ് ക്ലീൻ ചെയ്ത കട്ടിംഗ് ബോർഡിൽ വെച്ച് മീൻ കട്ട് ചെയ്ത കറി കൊടുത്താൽ പോലും വളരെ വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ഇത് സിവിയർ അലർജി ആയിട്ടുള്ളൊരു ഷെൽ ഫിഷ് അല്ലെങ്കിൽ ചെമ്മീൻ അലർജി ഉള്ള ഒരാൾക്ക് ആ ചെമ്മീൻ വൃത്തിയാക്കി അതേ കട്ടിംഗ് ബോർഡിൽ മീൻ കട്ട് ചെയ്താൽ പോലും ആ ഒരു ട്രേസ് മതി അവർക്ക് അപകടം ഉണ്ടാകും. അപ്പോൾ ആ തരത്തിലുള്ള കുറച്ച് സുരക്ഷ, ഈ ക്രോസ് കണ്ടാമിനേഷനെ കുറിച്ച് വീടുകളിൽ അത് ആരുമില്ല, മിക്കവാറും ഉള്ളവരുടെ വീട്ടിൽ ഒരു കട്ടിംഗ് ബോർഡാണ്. പണ്ട് കട്ടിംഗ് ബോർഡൊന്നുമല്ല, ചിരവ, തേങ്ങ തിരിങ്ങിയ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തടിയിൽ വെച്ചിട്ടാണ്. പ്രത്യേകിച്ച് വുഡായിട്ടുള്ള ഐറ്റംസ് കിച്ചണിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, കാരണം വുഡിനകത്ത് പെട്ടെന്ന് തന്നെ പ്രാണികളോ അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ളതാണ്. അപ്പം നല്ല നല്ല ക്വാളിറ്റിയുള്ള ചോപ്പിംഗ് ബോർഡ് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. അത് കാലക്രമേണ അതിൻ്റെ ഒരു ഇന്നർ ഔട്ട്സൈഡ് ലെയറൊക്കെ മാറിക്കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് പുതിയത് വാങ്ങിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ പിശുക്ക് കാണിക്കാതെ സുരക്ഷയുടെ കാര്യത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കേണ്ടതില്ല. വൃത്തിയായ കിച്ചണിൽ നല്ല ചോപ്പിംഗ് ബോർഡ് ഇരിക്കുന്നത്, നല്ല നൈഫൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല മൂർച്ചയുള്ള ഷാർപ്പായിട്ടുള്ള നൈഫ് ഉണ്ടെങ്കിൽ കുക്കിംഗ് എളുപ്പമെന്ന് പറഞ്ഞ പോലെ വൃത്തിയായിട്ടിരിക്കുന്ന ഒരു കിച്ചണിൽ നല്ല കട്ടിംഗ് ബോർഡ്, ഏറ്റവും കുറഞ്ഞത് ചുരുങ്ങിയത് 3 എണ്ണമെങ്കിലും മത്സ്യത്തിനും മാംസത്തിനും പച്ചക്കറിക്കും പ്രത്യേകം ഉള്ളത് നല്ലതാണ്. സാധാരണ എന്താ ചെയ്യുക, ഒരു സൈഡിൽ കട്ട് ചെയ്യും, എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്യും. കാരണം ഇതിൻ്റെയൊക്കെ ജലാംശം താഴേക്ക് ഊർന്നിറങ്ങുകയും, അല്ലെങ്കിൽ അതിനകത്ത് കണ്ടാമിനേറ്റ് ആവുകയും, പിന്നീട് അത് കഴുകിയാൽ പോലും പോവാതെ അണുബാധ ഏറ്റിട്ട് ഇതൊരു അലർജി ആയിട്ടുള്ളവരോ, അല്ലെങ്കിൽ വളരെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർക്കോ ഭക്ഷ്യ സുരക്ഷയായിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് പോയിസണൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.